നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വാക്കുകൾ കൊണ്ടൊരാളെ തകർക്കുമ്പോൾ ഓർക്കുക, ജീവിതം ഒരു ഫുട്ബോൾ കളി പോലെയാണെന്ന്. പന്ത് എല്ലാവരുടെയും കാൽച്ചുവട്ടിൽ എത്തുക തന്നെ ചെയ്യും. ചിലപ്പോൾ സമയത്തിന് മാറ്റമുണ്ടാകുമെന്നേ ഉള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ. അതിന്റെ സമാധാനം നമ്മളായി നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണമില്ലാതെ മറ്റാരുടെയും സമാധാനം നഷ്ടപ്പെടുത്തുന്നതിന് നമ്മൾ ഒരു കാരണമാകാതിരിക്കുക. ബിഗ് ബോസ് സീസൺ 7-ൽ ഈ അടുത്ത കുറച്ചു ദിവസങ്ങളായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങളെയും അന്തർനാടകങ്ങളെയും അടിയൊഴുക്കുകളെയും തുറന്നു കാട്ടുന്നതാകട്ടെ ഈ എപ്പിസോഡ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ എന്ന അംഗീകാരം ലഭിച്ച ഷോ ആണല്ലോ ബിഗ് ബോസ്. ഇന്ന് മലയാളം ബിഗ് ബോസ് സീസൺ 7-ൽ എത്തി നിൽക്കുകയാണ്. എന്നാൽ 6ാം സീസൺ വരെയുള്ള മത്സരാർത്ഥികൾ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായാലും മത്സരത്തിന്റെ അടിസ്ഥാനത്തിലായാലും ബിഗ് ബോസിനോടും മോഹൻലാലിനോടും പ്രേക്ഷകരോടും ബഹുമാനവും പേടിയും നിലവാരവും ഒക്കെ കുറെയൊക്കെ പുലർത്തിയിരുന്നവരാണ്. എന്നാൽ സീസൺ 7-ലെ മത്സരാർത്ഥികളെ കുറിച്ച് പറഞ്ഞാൽ അതിൽ കൂടുതൽ പേരും നിലവാരമില്ലാത്തവരും നിഷ്ക്രിയരും അന്തസ്സായി പെരുമാറാൻ പോലും അറിയാത്തവരുമാണ്. പരസ്പര ബഹുമാനമില്ലാത്ത ഈ കൂട്ടരെ ബിഗ് ബോസിനും മോഹൻലാലിനും വേണ്ട വിധം നിയന്ത്രിക്കാനാവുന്നില്ല. ബിഗ് ബോസിനെയും മോഹൻലാലിനെയും അവർ അവരുടെ പരിധിക്ക് നിർത്തി എന്ന് വേണം കരുതാൻ. സീസൺ 7 തുടങ്ങിയപ്പോഴേ ബിഗ് ബോസിന്റെ ശബ്ദ ഗാംഭീര്യം പഴയതുപോലെ ശക്തമല്ലായിരുന്നു. ഈ ശബ്ദത്തെ അവർ വേണ്ട പോലെ ഗവനിച്ചുമില്ല. ബിഗ് ബോസ് പറയുന്ന വിഷയങ്ങൾ പലതും അവർ നിസാരവൽക്കരിച്ച് അവഗണിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ സീസൺ 7-ലെ മത്സരാർത്ഥികളെ തെരഞ്ഞെടുത്തതിൽ പോലും ബിഗ് ബോസിലെ അണിയറ പ്രവർത്തകർക്ക് അപാകതകൾ സംഭവിച്ചു എന്നതാണ് സത്യം. സീസൺ 7-ലേക്കുള്ള മോഹൻലാലിന്റെ കടന്നുവരവ് മറ്റ് 6 സീസണുകളെ അപേക്ഷിച്ച് വളരെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു, മാസായിരുന്നു. എന്നാൽ പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ഈ മത്സരാർത്ഥികളുടെ മുൻപിൽ മോഹൻലാലും അടിയറവ് പറഞ്ഞു, അല്ലെങ്കിൽ അവർ അടിയറവ് പറയിച്ചു. സീസൺ 7 മത്സരവേദി മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും സ്ത്രീ വിരുദ്ധതയുടെയും പർദീസയായി മാറിക്കഴിഞ്ഞു. കുറച്ച് സാമൂഹ്യ വിരുദ്ധരെ സൃഷ്ടിച്ചു വിടുന്ന ഷോ ആയി മാറിയെന്നാണ് പലരുടെയും അഭിപ്രായം. പീരിയഡ്സ് ആയ സമയത്ത് അതിന്റെ അസ്വസ്ഥത മൂലം അല്പനേരം വിശ്രമിക്കാൻ കിടന്ന പെൺകുട്ടിയെ അവൾ കിടക്കുന്ന ബെഡിന്റെ അരികിൽ നെവിൻ എന്ന മത്സരാർത്ഥി എത്തി അവളെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്നത് കണ്ട കോടിക്കണക്കിന് പ്രേക്ഷകർക്ക് കടുത്ത അമർഷവും പ്രതിഷേധവും ഉണ്ടെന്ന് ബിഗ് ബോസ് മനസ്സിലാക്കണം. നെവിൻ എന്ന മത്സരാർത്ഥി മുൻപ് അവിടെ നടത്തിയിട്ടുള്ള പല വൃത്തികെട്ട വിഷയങ്ങളും മോഹൻലാലും ബിഗ് ബോസും കണ്ടില്ല കേട്ടില്ല എന്ന മട്ടിൽ വിട്ടുകളഞ്ഞു. ഒരു താക്കീത് കൊണ്ടുപോലും അയാളെ നിലക്ക് നിർത്താൻ ശ്രമിച്ചില്ല. അയാളെ കയറൂരി വിട്ടതിന്റെ പരിണിത ഫലമായിട്ടാണ് അയാൾ ഇന്നവിടെ ഒരു കൊടും ക്രിമിനലിനെ പോലെ അഴിഞ്ഞാടുന്നത്. അടുക്കള പ്രശ്നങ്ങളും അതിനെ തുടർന്നുള്ള ഭക്ഷണ പ്രശ്നങ്ങളും എത്തിച്ചേർന്നത് ഷാനവാസിന് നേരെയുള്ള ശാരീരിക കയ്യേറ്റത്തിലേക്കാണ്. ഹൃദ്രോഗിയായ ഷാനവാസിന്റെ നേരെയുള്ള കയ്യേറ്റത്തെ തുടർന്ന് നെഞ്ചുവേദന സഹിക്കവയ്യാതെ നിലത്ത് കിടന്ന് ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോൾ മനസാക്ഷി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത നെവിനും കൂട്ടരും ഒരേ സ്വരത്തിൽ പറയുന്നു, അത് വെറുമൊരു അഭിനയമാണെന്ന്. മൃഗങ്ങളോട് പോലും ഇത്തരക്കാരെ ഉപമിക്കാൻ പറ്റില്ല. അനുമോൾക്ക് നേരെ ഈ അടുത്ത സമയത്ത് നടന്ന ആക്രമണത്തെ കുറിച്ച് പറയുമ്പോൾ പീരിയഡ്സിന്റെ അസ്വസ്ഥതയിൽ കിടന്ന അനുമോളിന്റെ ബെഡിന്റെ അരികിൽ ചെന്ന് നെവിൻ എഴുന്നേൽക്കാൻ പറയുന്നു. ഇവിടെ സുഖിക്കാനല്ല വന്നിരിക്കുന്നത്, എഴുന്നേറ്റേ പറ്റൂ എന്ന് ഷഡിക്കുന്നു. ഞാൻ എന്റെ ബെഡിൽ ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്യും, നീ നിന്റെ കാര്യം നോക്കി പോകൂ എന്ന് അനുമോൾ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം കൊണ്ട് ജ്വലിച്ച നെവിൻ ആര്യൻ എന്ന മത്സരാർത്ഥിയോട് ഒരു കപ്പ് വെള്ളം എടുത്തു കൊണ്ടുവരാൻ ആജ്ഞാപിക്കുന്നു. ആര്യൻ പെട്ടെന്ന് ഒരു കപ്പ് വെള്ളമായി എത്തുന്നു. ആ വെള്ളം നെവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. നെവിൻ ആ വെള്ളം ബെഡിൽ കിടന്ന അനുമോളുടെ മുഖത്തും ദേഹത്തും കുടയുന്നു. ആദ്യം കുടഞ്ഞപ്പോൾ തന്നെ അത് ചെയ്യരുതെന്ന് അനുമോൾ വിലക്കി. അത് കേൾക്കാതെ അയാൾ തുടരെ തുടരെ കുടഞ്ഞപ്പോൾ അനു എഴുന്നേറ്റ് കുടിക്കാനായി കരുതിയിരുന്ന ബോട്ടിലെ വെള്ളമെടുത്ത് അയാളുടെ പുറത്തേക്ക് ഒഴിച്ചു. നെവിൻ ഉടനെ അടുക്കളയിൽ ചെന്ന് ഒരു ചരുവം വെള്ളവുമായി തിരിച്ചു വരുന്നു. ഇത് കണ്ട അനുമോൾ മൈക്ക് നനയാതിരിക്കാൻ ബെഡിലേക്ക് എഴുന്നേറ്റ് നിൽക്കുന്നു. ആ ഒരു ചരുവം വെള്ളവും ദേഷ്യത്തോടെ അയാൾ അനുമോളുടെ കാലിലൂടെ ബെഡിലേക്ക് ഒഴിക്കുന്നു. നെവിൻ ഒഴിച്ച വെള്ളം അനുമോൾ കിടന്നിരുന്ന ബെഡിൽ തളം കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. അനുമോളെ ടാർഗറ്റ് ചെയ്ത് അനുമോളുടെ നേർക്ക് അനുമോളുടെ സ്പേസിൽ കടന്നു കയറി ഇയാൾ ആക്രമണം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇതിനെതിരെ മോഹൻലാലും ബിഗ് ബോസും
ഒരു താക്കീത് കൊണ്ടുപോലും ഇയാളെ നിലയ്ക്ക് നിർത്തിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ അടുത്ത് അനുമോൾക്ക് നേരെ നടന്ന മറ്റൊരു സംഭവം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പിറകെ നടന്ന് ആക്ഷേപിച്ചപ്പോൾ സഹികെട്ട അനുമോൾ പറയുന്നു, ഇനി നീ എന്നെ അങ്ങനെ വിളിച്ചാൽ നിന്റെ വീട്ടിലിരിക്കുന്നവരെയും അമ്മയെയും ഒക്കെ ഞാൻ പറയും. അതിന്റെ പേരിൽ ലാലേട്ടൻ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും കുഴപ്പമില്ല. ഇത് കേട്ട നെവിൻ വാശിയോടെ ആവർത്തിച്ച് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് തന്നെ വിളിക്കുന്നു. അനുമോൾ അത് നിന്റെ അമ്മയെ പോയി വിളിക്കൂ എന്ന് മറുപടിയും പറയുന്നുണ്ട്. അനുമോളുടെ വിഷയം വരുമ്പോൾ അനീഷ് ഒഴിച്ച് മറ്റാരും അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അനീഷ് കുറച്ച് അലയ്ക്കുമെങ്കിലും മനസ്സും മനസാക്ഷിയുമുള്ള ഒരാളാണ്. ഭക്ഷണം കഴിക്കാതെയും മറ്റും വിഷമിച്ചിരിക്കുന്ന പലരെയും ആശ്വസിപ്പിക്കുന്ന കാഴ്ച നാം പലപ്പോഴും കണ്ടിട്ടുള്ളതാണല്ലോ. അവിടെ അക്രമത്തിനെയും അനീതിയെയും കൈയടിച്ചും അനുകൂലിച്ചും പ്രോത്സാഹിപ്പിക്കുന്നവരാണ് അധികം പേരും. ഇത്തരം വൃത്തികേടുകളൊന്നും ബിഗ് ബോസ് കാണുന്നില്ലേ? അതോ ഉറക്കമാണോ? മുൻപൊരിക്കൽ നെവിൻ അനുമോളുമായിട്ടുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ ബിഗ് ബോസിനോടും അനുമോളോടും ചലഞ്ച് ചെയ്ത് ഷോ വിട്ടിറങ്ങിയതാണ്. അന്നും ഇയാൾ പല രീതിയിലുള്ള അതിക്രമങ്ങളും അനുമോളുടെ നേരെ നടത്തിയിരുന്നുവല്ലോ. ആ പോയ വഴിയെ നെവിനെ പറഞ്ഞു വിടാതെ അയാളുടെ കയ്യും കാലും പിടിച്ച് ബിഗ് ബോസ് അയാളെ തിരികെ കൊണ്ടുവന്നത് ആരെയൊക്കെയോ ടാർഗറ്റ് ചെയ്ത് അവരെയൊക്കെ പുറത്താക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അനുമോൾക്ക് അനുകൂലമായി ഈ എപ്പിസോഡിൽ എന്തെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ദയവായി ഞാൻ അനുമോളുടെ PR ആയി തെറ്റിദ്ധരിക്കരുത്. ഞാൻ അവിടെ കണ്ട സത്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ഒരു എന്റർടൈനറായി വന്ന നെവിൻ ഒരു കൊടും കുറ്റവാളിയായി മാറിയിരിക്കുകയാണ്. ഇയാളുടെ ഇത്തരം ചെയ്തികൾക്കൊക്കെയുള്ള മറുപടി മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും വിജയിയുമായ അഖിൽ മാരാർ പറഞ്ഞു കഴിഞ്ഞു. ഇവൻ ഒരു അരോചകമാണ്, അവന്റെ കരണക്കുറ്റി അടിച്ചു പുകയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഇത് തന്നെ ആയിരിക്കാം ഓരോ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നത്. സീസൺ 7 കണ്ടപ്പോൾ മോശം പ്രവണതകളെ ബിഗ് ബോസ് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തോന്നിപ്പോകുന്നു. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും മത്സരാർത്ഥികളെ വലിയ കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് പുറത്താക്കിയ ചരിത്രം ബിഗ് ബോസിനുണ്ടെന്ന് ഓർക്കുക. ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണനെ പുകച്ച് പുറത്തു ചാടിച്ചതും ഫിറോസ് ഖാനെ പുറത്താക്കിയതും പ്രേക്ഷകർ മറന്നിട്ടില്ല എന്ന് ഓർക്കുക. അവിടെയാണ് ഇപ്പോൾ ഒരു ക്വാളിറ്റിയും ഇല്ലാതെ നാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തെറ്റുകൾ മാത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചിലരെ തീറ്റിപ്പോറ്റി പരിപോഷിപ്പിക്കുന്നത്. ഓരോ ആഴ്ചകളിലും മോഹൻലാൽ എത്തുമ്പോൾ നെവിന്റെ ചെയ്തികളെ വാഴ്ത്താറുണ്ട്, അയാളുടെ സൗന്ദര്യത്തെ പുകഴ്ത്താറുമുണ്ട്. മോനെ നെവിനെ, നീ സുന്ദരനായിരിക്കുന്നല്ലോ, നീ ഇവിടെ വന്നിട്ട് 10 കിലോ കൂടിയിട്ടുണ്ടല്ലോ, ഡ്രസ്സ് കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവനെ സുഖിപ്പിച്ചിട്ടാണ് പോകാറുള്ളത്. എന്നാൽ ഇതേ മോഹൻലാൽ തന്നെ അനുമോളുടെ ചെറിയ തെറ്റുകൾ പോലും ചൂണ്ടിക്കാട്ടി വിമർശിക്കാറുണ്ട്, വായടപ്പിക്കാറുമുണ്ട്. ഈ ഇരട്ടത്താപ്പ് കാണുന്ന പ്രേക്ഷകർ പൊട്ടന്മാരല്ല എന്നോർക്കുക. റോബിൻ രാധാകൃഷ്ണൻ കപ്പടിക്കുമെന്ന് ഉറപ്പു വന്ന സമയത്ത് അണിയറയിൽ കളിച്ചത് ചില വൃത്തികെട്ട കളികളാണെന്നുള്ള ചർച്ച ഇന്നും സജീവമാണ്. ഇപ്പോൾ അനുമോൾക്ക് വർദ്ധിച്ചു വരുന്ന പ്രേക്ഷക പിന്തുണ ചിലരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്, അവരെ അസ്വസ്ഥരുമാക്കുന്നുണ്ട്. ഒരു കാരണവശാലും കപ്പ് അനുമോൾക്ക് കിട്ടരുതെന്ന് നിർബന്ധമുള്ളവരാണോ നെവിനെ ഇതിന് ഉപയോഗിക്കുന്നതെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ? ഈ ഒരു വ്യക്തി കാരണം ഷോ കാണാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ ഒരുപാട് പ്രേക്ഷകരുണ്ട്. എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇയാൾ അതിനകത്ത് കാട്ടിക്കൂട്ടുന്നത്. ഇത്രയൊക്കെ പ്രകോപനങ്ങൾ നേരിട്ടിട്ടും ഇയാളുടെ നേരെ അനുമോളുടെ ഭാഗത്തു നിന്നും ഒരു ഫിസിക്കൽ അറ്റാക്കും ഉണ്ടായിട്ടില്ല. പ്രേക്ഷക പിന്തുണയും വോട്ടുമുള്ള അനുമോളെ പുറത്താക്കാൻ ഇനി ആ ഒരു മാർഗം മാത്രമേ ബാക്കിയുള്ളൂ. ഡോക്ടർ റോബിന് നേരെ എടുത്ത അതേ തന്ത്രം. ഇവിടെ ഇപ്പോൾ ഫിസിക്കൽ അറ്റാക്ക് നടത്തിയ ഒരു സ്ഥിരം കുറ്റവാളിയെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്ത് പുറത്താക്കാതെ നിലനിർത്തിയിരിക്കുകയാണ്. ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. പ്രേക്ഷക പിന്തുണയിലും വോട്ടിലും മുന്നിൽ നിൽക്കുന്ന അർഹതപ്പെട്ടവർ വിന്നറാകട്ടെ. ഇനിയെങ്കിലും ചതിയിലൂടെ ആരെയും പുറത്താക്കരുതെന്ന് ഒരു പ്രാർത്ഥനയുമുണ്ട്. സ്വന്തം പിഴവുകൾ തിരിച്ചറിയാത്തവർ ഒരിക്കലും മുന്നേറില്ല. മറ്റൊരാളെ അംഗീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ ഉയർച്ചയുണ്ടാകൂ. ശീലങ്ങൾക്ക് നമ്മുടെ വിധി നിർണയത്തിൽ പ്രധാന പങ്കുണ്ട്. തെറ്റായ ശീലങ്ങൾ ജീവിതത്തിന്റെ ഗതി തന്നെ തകർക്കും. നിർത്തുന്നു. നന്ദി, നമസ്കാരം.